ഇപ്പോൾ കണ്ണൻ നായർ കൂടി ചേരുന്നുണ്ട്. കണ്ണൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നിശ്ചയിച്ച പ്രകാരമല്ല കാര്യങ്ങൾ പോകുന്നത്. സമയങ്ങൾ ഏറ്റവും കൂടുതൽ സമയനിഷ്ഠ പാലിച്ചിരുന്ന ഒരു നേതാവായിരുന്നു VS. മുഖ്യമന്ത്രിയായിരുന്ന സമയത്തൊക്കെ തന്നെ സമയത്തിന് വലിയ വില കൊടുത്തിരുന്ന VSന്റെ അന്ത്യയാത്രയിൽ ആ സമയക്രമങ്ങളൊക്കെ തന്നെ മാറി മറിയുകയാണ്. കണ്ണൻ, തീർച്ചയായും ഈ നേതാവ് കടന്നു വരുന്ന സമയത്തേക്കാൾ ഉപരി ഓരോ പ്രവർത്തകരും അവർക്ക് ആ നേതാവിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ ജനസഞ്ചയത്തെ മാറ്റി അദ്ദേഹത്തെ കൊണ്ടുവരുന്ന വാഹനം കടന്നു പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പല സ്ഥലങ്ങളിലും ഒട്ടേറെ ആൾക്കാർ മഴയെ അവഗണിച്ചുകൊണ്ട്, ഇപ്പോഴും മഴയുണ്ട്, മഴയെ അവഗണിച്ചുകൊണ്ട് ആൾക്കാരൊക്കെ തന്നെ, ആ പ്രവർത്തകരൊക്കെ തന്നെ, എല്ലാവരും CPMന്റെ പ്രവർത്തകരാവണമെന്നില്ല, എല്ലാവരും VSനെ നേരിട്ട് പരിചയമുള്ള ആൾക്കാരാവണമെന്നില്ല. പക്ഷേ VS ഉയർത്തിയ ഒരു വലിയ ഒരു മുദ്രാവാക്യമുണ്ട്, അല്ലെങ്കിൽ VSന്റെ ജീവിതം തന്നെ ഒരു സമര ജീവിതമാണ്. ആ ജീവിതം കേട്ടറിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. നേരത്തെ പാരിപ്പള്ളിയിലേക്ക് കടന്ന സമയത്തായാലും, അതിനുശേഷം ചാത്തന്നൂരിലേക്ക് വരുന്ന സമയത്തായാലും, കൊട്ടിയത്തായാലും ഒക്കെ തന്നെ ആ ജനസഞ്ചയത്തെ മറികടന്ന് മുന്നോട്ട് വരാൻ വേണ്ടി ആ ജനങ്ങളെല്ലാം തന്നെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ ജനസഞ്ചയത്തെ കടന്ന് മുന്നോട്ട് പോകാൻ ആ വാഹനത്തിന് സാധിക്കാത്ത അവസ്ഥയാണ്. ചിന്നക്കടയിലേക്ക് ആ വാഹനം വന്ന സമയത്ത് തന്നെ വലിയ ജനക്കൂട്ടം അവിടേക്കുണ്ടായിരുന്നു. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒട്ടേറെ ആൾക്കാർ, അയ്യങ്കാവിൽ നിന്നും, ജൻപരിൽ നിന്നുമൊക്കെ തന്നെ, കൊത്തൂപ്പുഴയിൽ നിന്നുമൊക്കെ തന്നെ വന്ന ജനങ്ങൾ അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഉള്ളിൽ വലിയ സങ്കടമുണ്ട്. ഉള്ളിൽ ഒരു വലിയ സങ്കടക്കടൽ ഉണ്ടെങ്കിൽ പോലും കണ്ണീർ പുറത്തേക്ക് വരാതെ ആ പ്രിയ നേതാവിന് ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, VS ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആ പ്രവർത്തകർ അവിടെ എല്ലാം കാത്തു നിൽക്കുകയാണ്. മഴയെല്ലാം അവഗണിച്ചുകൊണ്ട്, കനത്ത മഴയാണ് അദ്ദേഹം കടന്നു വരുന്ന സമയങ്ങളിലൊക്കെ തന്നെ, ആ വഴിയോരങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയാണ്. ആ മഴയെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവരൊക്കെ തന്നെ കാത്തിരിക്കുകയാണ്. വലിയ ജനസാഗരത്തെ കടന്ന് VSന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്നും ജനസാഗരങ്ങളുടെ നടുവിലായിരുന്നു VS അച്യുതാനന്ദൻ. കഴിഞ്ഞ 5-6 വർഷമായി അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നില്ല. പല സമയങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ ആരോഗ്യ പ്രശ്നങ്ങളെ ഉണ്ടായിരുന്ന സമയത്ത് പോലും VSനെ കുറിച്ചുള്ള ചിന്തകൾ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ജനസഞ്ചയം. ഇങ്ങനെ ഒരു നേതാവ്, കുറേയേറെ കാലം രാഷ്ട്രീയ പരമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരുന്ന ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ ഇങ്ങനെയല്ലേ ജനങ്ങൾക്കൊരു യാത്രയപ്പ് നൽകാൻ സാധിക്കുകയുള്ളൂ. ആ യാത്രയപ്പിന്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ചവറയിൽ നിന്ന് പതുക്കെ വാഹനം മുന്നോട്ട് നീങ്ങുകയാണ്. ഇനി അങ്ങോട്ട് പോകേണ്ടത് കരുനാഗപ്പള്ളിയിലേക്കാണ്. കരുനാഗപ്പള്ളിയിൽ വലിയ രീതിയിൽ ജനക്കൂട്ടമുണ്ട്. ജനങ്ങൾ അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നേരത്തെയൊക്കെ തന്നെ വൈകുന്നേരങ്ങളോടുകൂടി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെയും കരുനാഗപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡിന്റെയും സമീപ പ്രദേശങ്ങളിലേക്ക് എത്താൻ ജനങ്ങൾ കാത്തു നിന്നതാണ്. അവരൊക്കെ തന്നെ ഇപ്പോഴും ആ പ്രദേശത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാം ലക്ഷ്യം തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരിക്കൽ കൂടി കാണുക, ഒരു വട്ടം കൂടി പ്രിയ നേതാവിനെ കാണുക. ഈ വട്ടം മാത്രമാണ് VS അച്യുതാനന്ദനെ അവർക്ക് കാണാൻ സാധിക്കുക. ആ സമയത്ത് ഒരു റെഡ് സല്യൂട്ട് നൽകി അദ്ദേഹത്തെ യാത്രയയക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ ആൾക്കാരുടെയും മനസ്സിലുള്ളത്. ഓരോ ആൾക്കാരുടെയും ചുണ്ടുകളിൽ നിന്ന് ഉയരുന്ന ആ മുദ്രാവാക്യം വിളി, ഇംഗ്ലാവിന്റെ ആ ധ്വനികൾ ആ പ്രദേശങ്ങളിൽ ആകെ വ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എങ്ങനെയെങ്കിലും VSനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് അമ്പടിച്ചു കൂടുന്ന ഒരു കാഴ്ചയാണ്. അത് തന്നെയാണ് ഇവിടുത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ആൾക്കാർ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തോടൊപ്പമുണ്ട്. മന്ത്രി P. പ്രസാദ്, അതുപോലെ തന്നെ KN ബാലഗോപാൽ അടക്കമുള്ള P. രാജീവ് അടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിനൊപ്പം അനുഗമിക്കുന്നുണ്ട്. ഒട്ടേറെ നേതാക്കന്മാർ ആ വാഹനത്തിലുണ്ട്. അവർക്കെല്ലാവർക്കും എത്രയും വേഗം ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കണം. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിക്കണം. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിക്കണം. വേലിക്കകത്ത് വീട്ടിലേക്ക് രാത്രി 12 മണിയോടുകൂടി ഭൗതിക ശരീരം എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകളെ എല്ലാം തകിടം മറിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും സംസ്കാര ചടങ്ങുകളും വൈകാനുള്ള സാധ്യത വളരെയേറെയാണ്. ഈ ജനസഞ്ചയത്തെ മാറ്റി നിർത്തി എങ്ങനെ പോകാനാകും VSന്? അത് തന്നെയാണ് VS 85 വർഷമായി, 8.5 പതിറ്റാണ്ട് കാലമായി ഈ നാട്ടിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു സമര പാരമ്പര്യത്തിന്റെ ബാക്കിപത്രം എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി എത്തിയിരിക്കുന്നു. എല്ലാവരുടെയും മനസ്സിൽ തന്നെ തൊഴിലാളികളെ അവകാശബോധം പഠിപ്പിച്ച VS തൊഴിലാളി ഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ചവറയെ സംബന്ധിച്ചോളം കൊല്ലത്തിന്റെ കർഷകരുടെയും കർഷക പ്രസ്ഥാനത്തിന്റെയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭൂമികയാണ് കരുനാഗപ്പള്ളി. ഇനി വരാൻ പോകുന്ന കരുനാഗപ്പള്ളി അടുത്ത സ്ഥലമാണ്. അവിടെയൊക്കെ തന്നെ കരുത്തിന്റെ ശബ്ദമായി VSനെ സംബന്ധിച്ചോളം VS പലപ്പോഴായി സാന്നിധ്യമായിരുന്ന ആലപ്പുഴയിലേക്കുള്ള യാത്രകളിലൊക്കെ തന്നെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഇടങ്ങളിലൂടെയാണ് ഇപ്പോൾ VS
കടന്നു പോകുന്നത്, വി എസിൻ്റെ വാഹനം കടന്നു പോകുന്നത് തൊഴിലാളികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വി എസ് ഇല്ല, വി എസിന് പൂർണ്ണത കൈവരില്ല. വി എസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വളർച്ച, തൊഴിലാളികളോടുള്ള അകമഴിഞ്ഞ ആ ആഭിമുഖ്യം, ഇതൊക്കെ തന്നെ എടുത്തു പറയേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ ചരിത്രത്തിൽ കണ്ടുപോയിട്ടുള്ളതാണ്. അങ്ങനെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ തന്നെ കരുത്തുറ്റ പ്രിയപ്പെട്ട സഖാവ് ഓർമ്മയാകുമ്പോൾ ഈ വഴിത്താരകളിലൊക്കെ തന്നെ കാണുന്ന ആളുകൾ മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്നവരാണ്. അത് വി എസിൻ്റെ ചിത്രവുമേന്തി വനിതകൾ ഉൾപ്പെടെ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, അവശരായ ആളുകളൊക്കെ വി എസിന് വേണ്ടി വി എസ് എന്ന 2 വാക്ക് ഉച്ചരിച്ചുകൊണ്ട് കണ്ണേ കരളേ വി എസ് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഒരു മിന്നായം പോലെയെങ്കിലും സഖാ വി എസിനെ ഒരു നോക്ക് കാണുക, അന്ത്യാഭിവാദ്യം അർപ്പിക്കുക, കയ്യിലിരിക്കുന്ന പൂക്കൾ വി എസിൻ്റെ വാഹനത്തിന് നേരെ, വി എസിന് നേരെ അർപ്പിക്കുക തുടങ്ങി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുഷ്ടി ചുരുക്കി വീറോടുകൂടി വി എസിന് വേണ്ടി കാത്തു നിൽക്കുന്ന ജനസഞ്ചയമാണ് വഴിത്താരകളിൽ നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം ദർബാർ ഹാളിൽ നിന്നും ഇന്നലെ 3 മണിക്ക് പുറപ്പെട്ട വാഹനം അത് കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ മുറിയാത്ത ജനസഞ്ചയമായിരുന്നു. വി എസിൻ്റെ ചരിത്രം, വി എസിൻ്റെ ഓർമ്മകൾ ഒക്കെ തന്നെ മുദ്രാവാക്യങ്ങളായി മുഷ്ടി ചുരുട്ടി വിളിച്ചുകൊണ്ടാണ്. വി എസിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, അതിൽ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്, ജാതിമത ഭേദമന്യേ ഉള്ള നിരവധി ആളുകൾ, രാഷ്ട്രീയം മറന്നുള്ള ആളുകൾ, ഇവരൊക്കെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വി എസിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. മഴയെ അവഗണിച്ചുകൊണ്ട്, രാവിനെ അവഗണിച്ചുകൊണ്ട്, തണുപ്പിനെ അവഗണിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ തന്നെ എത്രയോ പേരാണ് കാത്തു നിൽക്കുന്നത് വഴിത്താരയിൽ. ഇപ്പോൾ വി എസിനോടുള്ള സ്നേഹം, വി എസ് എന്ന 2 അക്ഷരം, ഒരു ജനപ്രതിനിധി, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം മാതൃക, എങ്ങനെ ജനങ്ങൾക്ക് ഇടയിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നതിൻ്റെ ശരിയുടെ ശബ്ദമായിരുന്നു വി എസ്, കരുത്തിൻ്റെ ശബ്ദമായിരുന്നു. മണ്ണുണ്ടെങ്കിലേ മനുഷ്യനുള്ളൂ, ഭൂമിയുണ്ടെങ്കിലേ മനുഷ്യന് ജീവനുള്ളൂ, പരിസ്ഥിതി ഉണ്ടെങ്കിലേ നാളേക്കുള്ള പരിവർത്തനങ്ങൾ ഉള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന തികഞ്ഞ രാഷ്ട്രീയ ബോധ്യമുള്ള നേതാവായിരുന്നു വി എസ്.